Good morning, students. So today we are going to study the third type of decision making, that is decision making under risk. Last 2 days we discussed about decision making under certainty and uncertainty, and we discussed about different problems, different types of problems, Herwig's, Laplace, minimax, maximum, etc. So today we are going with under risk decision making. Here we have two categories, that is the first one is expected monetary value, the short form is EMV. So sometimes EMV in question stand for expected monetary value, and the second one is expected opportunity loss. Okay, so both the thing, that decision making under risk means already the decision maker knows that what happens if that particular risk arises. So കുറച്ച് എക്സ്പീരിയൻസ് അയാൾക്ക് ഓൾറെഡി ഉണ്ടാവും. ഇന്ന റിസ്ക് വന്നു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി അല്ല, അൺസർട്ടനിറ്റി വെച്ചാൽ നോട്ട് പ്രഡിക്റ്റ് അറ്റ് ഓൾ, ബട്ട് റിസ്ക് വന്നു കഴിഞ്ഞാൽ ഹി നോസ് വാട്ട് ഹാപ്പൻസ് ആക്ച്വലി ബൈ ഹിസ് പ്രയർ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോബബിലിറ്റി വാല്യൂ ഇതിന് സെറ്റ് ചെയ്യും, പക്ഷെ റിസ്ക് ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി സെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഡിസിഷൻ മേക്കിംഗ് ഇതിലും കണ്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് യുവർ പ്രോബ്ലം. സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഹാവ് ബീൻ ഗിവൺ ആസ് എൻ റോ ഫോം. ആക്ഷൻ A1 A2 തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി മിക്കവാറും പ്രോബബിലിറ്റീസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇന്ന പ്രോബബിലിറ്റീസ് ആണ് ഓരോ ആക്ടിനെന്നും പറഞ്ഞിട്ട്. ഇഫ് സപ്പോസ് ദ പ്രോബബിലിറ്റീസ് ആർ നോട്ട് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ, നമ്മൾ ഹെർവിഗ്സിൽ എടുത്ത പോലെ തന്നെ 0.6 0.4 ആയിട്ട് എടുക്കാം. 0.6 + 0.4 എത്രയാണ്? ഇറ്റ് ഈസ് 1. പ്രോബബിലിറ്റി വാല്യൂ ഓൾവേസ് 1 ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇഫ് ദ പ്രോബബിലിറ്റീസ് ആർ നോട്ട് ഗിവൺ ടു യു, കൺസിഡർ ദിസ് ആസ് 0.6 and 0.4. രണ്ട് ആക്ട് ഉണ്ട്, 0.6 ഉം 0.4 ആയിട്ട് എടുക്കുക. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1 തന്നെ പ്രോബിലിറ്റി. തരാത്ത പക്ഷമാണ് കേട്ടോ ഇങ്ങനെ എടുക്കേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ആർ കാൽക്കുലേറ്റിംഗ് EMV ഫോർ A1, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഫോർ A1. A1 കാൽക്കുലേറ്റ് ചെയ്യാം. A1 എന്ന് പറഞ്ഞാൽ ഏതാ? ഫസ്റ്റ് ആക്ട് അല്ലേ. ഫസ്റ്റ് ആക്ടിൽ എന്തൊക്കെയുണ്ട്? 30 and 35. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 30 × 0.6 + 35 × 0.4. Is it clear? വേറെ ഒന്നും നോക്കണ്ട. ഫസ്റ്റ് ആളെ 0.6 കൊണ്ട്, രണ്ടാമത്തെ ആളെ 0.4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടി? 30 + 0.6 ഇറ്റ് ഈസ് 18. 35 + 4 എത്ര വരാ? 14. So 18 + 4 is equal to 32 is your answer. Okay? The same way EMV for A2 consider ചെയ്യാം. A2 ആക്ടിൽ എന്തൊക്കെയുണ്ട്? It is 20 and 30. So first value 20 have to be multiplied with 0.6 and second one 30 with 0.4. So it is 12 plus 12 again. That is 24. So you got two answer as 32 and 24. ഇനി decision maker ഏതാ സെലക്ട് ചെയ്യുന്നത്? വിത്ത് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ രണ്ട് ആക്ടിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാന്ന് നോക്കാം. ഇറ്റ് കംസ് അറ്റ് 32. So 32 is decided as the best decision. 32 എവിടെയാ, ഏത് സ്ട്രാറ്റജിയിലാണ് വന്നേക്കുന്നത്? ഇറ്റ് കംസ് അറ്റ് A1. കേട്ടോ, A1 ആക്ട് ആണ് അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് EMV വാല്യൂ. ഇറ്റ്സ് വെരി ഈസി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഫ് ദ പ്രോബിലിറ്റീസ് ആർ നോട്ട് ഗിവൺ ടു യു. പ്രോബിലിറ്റി വരുമ്പോൾ വേറെ കാര്യം ചെയ്യാനുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. So probability, if it is not mentioned, consider it as 0.6 and 0.4 and take it as in that order. അതായത് ആദ്യത്തെ ആൾക്ക് 0.6 ഉം രണ്ടാമത്തെ ആൾക്ക് 0.4 ഉം കൊടുക്കാം. ക്ലിയർ? ഓക്കെ. ഇത് 2/2 ആണെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 3/3 ആണെങ്കിൽ 0.6 0.4 അടുത്ത ആൾക്ക് കൊടുക്കാൻ നമുക്ക് വല്ലതും ഉണ്ടാവില്ല. So in that cases definitely you will be getting what probability value will be mentioned in the question. Clear? ഇനി EOL എങ്ങനെയാണെന്ന് നോക്കാം. Expected opportunity loss. So next is expected opportunity loss, short form is EOL. അപ്പോൾ EOLും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ the question format will be of same type. If only 2/2 matrix and the probability is not specified, അവിടെയും consider this as 0.6 and 0.4. And whatever we did for expected monetary value, that is for EMV, അതായത് തൊട്ട് മുമ്പിൽ ഞാൻ കാണിച്ച പ്രോബ്ലത്തിൽ എന്താണോ ചെയ്താൽ the same procedure is repeated here also. എന്താണ് EOL എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. So whatever you did for EMV, the same method is repeated here also. So let's see what is EOL for A1. അപ്പോൾ എന്താ 0.6 and 0.4 ആയിട്ട് എടുക്കാൻ പറഞ്ഞല്ലോ. So what happens in A1? The values are 0 and 2 അല്ലേ. അപ്പോൾ 0നെ കൊണ്ട് 0.6നെയും 2നെ കൊണ്ട് 0.4ഉം ഇൻറ്റു ചെയ്യുക. So it is 0 plus 0.8. Result is what? 0.8. Okay. Second, EOL for Act 2. Act 2, which are the values coming? The 10 and -5. So you have to multiply the 10 with 0.6 and
minus 5 with 0.4. So 10 into 0.6 it is 6 and 0.5 into 0.4 it is minus 2, isn't it? So 6 plus minus 2 it is 4 is the result. So you got 0.4 and 0.8. ഇനി EOL നേരത്തെ നമ്മൾ ചെയ്ത expected monetary value after finding the EMV for A1 and A2 you have taken the greatest value അല്ലെ ഏറ്റവും കൂടുതൽ ഏതാണെന്നുള്ളതനുസരിച്ചാണ് you have decided to select that particular act. But here it is opportunity loss. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ചെയ്ത methods എല്ലാം സെയിം. The last final decision making എന്താ ചെയ്യണ്ടേ? You have to consider the loss ആണ്. അപ്പോൾ എന്താ least ചെറിയ loss അല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ among 0.8 and 0.4 which is least here? Yes, it's 0.8 itself. So 0.8 comes under Act A1. So our answer is 0.8 for Act A1. Okay. So probabilities തന്നിട്ടില്ലെങ്കിൽ 0.6 and 0.4 എടുക്കുക. അത് വെച്ചിട്ട് ഫസ്റ്റ് വാല്യൂവിനെ 0.6ഉം സെക്കൻഡ് വാല്യൂവിനെ 0.4ഉം കൂടി ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുക രണ്ട് കേസിലും മോണിറ്ററി വാല്യൂ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി ലോസിലാണെങ്കിലും. എന്നിട്ട് മോണിറ്ററി വാല്യൂ ആണെങ്കിൽ ഫൈനൽ റിസൾട്ടിൽ നിന്നും ഹയസ്റ്റ് ഏതാണോ അതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി ലോസിനാണെങ്കിൽ സെയിം മെത്തേഡ് രണ്ട് ആൻസറിൽ നിന്നും ചെറുത് ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.